ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ്. രാവിലെ ഞാൻ കോഴിക്ക് തീറ്റയും വെള്ളമൊക്കെ കൊടുക്കുവാണ്. ഇന്നിപ്പോൾ അടുക്കളയിൽ വലിയ പണികളൊന്നുമില്ല. അതുകൊണ്ട് രാവിലെ തന്നെ കോഴിക്ക് നേരത്തെ തന്നെ തീറ്റയും വെള്ളമൊക്കെ കൊടുത്തു. പുല്ലൊക്കെ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പുല്ലൊക്കെ ഞാൻ ചെറുതായിട്ട് മുറിച്ച് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. തലേദിവസം വൈകുന്നേരം തീറ്റ കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ കൊടുക്കും. ഇവർക്ക് നേരം വെളുത്തിട്ട് തിന്നാനുള്ള തീറ്റയും കൂട്ടിലുണ്ടാവും. ഇതിപ്പോൾ തലേദിവസം കുറച്ച് കുറവായിരുന്നു കൊടുത്തത്. അതുകൊണ്ട് കൂട്ടിൽ തീറ്റയൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഞാൻ ചേട്ടായിയും പിള്ളേരും ഒക്കെ പോയി കഴിഞ്ഞിട്ടാണ് തീറ്റയൊക്കെ കൊടുക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ഇന്നിപ്പോൾ കൂട്ടിൽ തീറ്റയില്ലാത്തതുകൊണ്ട് കുറച്ച് നേരത്തെ കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഞാൻ പച്ചക്കറിയും അരിയും ഒക്കെ കഴുകുന്ന വെള്ളം ബക്കറ്റിൽ ഒഴിച്ച് വെക്കുക. അതൊക്കെ ഞാൻ രാവിലെ വെയിൽ തെളിഞ്ഞ് വരുന്നതേ ഉള്ളൂ. വെയിൽ തെളിയുന്നതിന് മുമ്പേ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് വെയിൽ ചൂടായി കഴിഞ്ഞിട്ട് ചെടിക്കും പച്ചക്കറിക്കൊന്നും വെള്ളം ഒഴിക്കരുത്. മണ്ണ് നന്നായിട്ട് ചൂടായിട്ട് ഇരിക്കുമ്പോൾ തണുത്ത വെള്ളം ഇങ്ങനെ ഒഴിക്കരുത്. അത് ചെടിയും പച്ചക്കറിയൊക്കെ കേടായി പോകും, അഴുക്കായി പോകും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒഴിക്കാറില്ല. ഒന്നെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം വെയിലൊക്കെ പോയതിന് ശേഷമാണ് ഒഴിക്കുന്നത്. ഇനിയിപ്പം മുറ്റം അടിച്ച് വരാനുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ തുണിയൊക്കെ അലക്കി വിരിച്ചിടണം. കുറച്ച് കല്ലിൽ അലക്കാനുള്ളതുകൊണ്ട് പിന്നെ നല്ലപോലെ ഒന്ന് തുണി അലക്കാനുണ്ട്. കുറേയേറെ തുണിയുണ്ട് ഇന്ന് അലക്കാൻ. കുഞ്ഞിപ്പെണ്ണ് ഇത്രയും നേരം എഴുന്നേറ്റിട്ടില്ലായിരുന്നു. അവൾ എഴുന്നേറ്റാൽ പിന്നെ എൻ്റെ ഈ പണികളൊന്നും നടക്കില്ല, മുറ്റത്തെ പണികളൊന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ വിളിക്കാനും പോയില്ലായിരുന്നു. ഇപ്പോൾ അവൾ എഴുന്നേറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ അവളെ പല്ലൊക്കെ തേപ്പിച്ച് ഒരുക്കണം സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട്. ഈ ഒരു മീനിന് വാള, പാമ്പാട, തളയൻ എന്നൊക്കെയാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ തളയൻ എന്നാണ് പറയുന്നത്. പാമ്പാട എന്നൊക്കെ എൻ്റെ നാട്ടിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ തളയൻ എന്ന് മാത്രമേ പറയുന്നത് കേട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരു ചുണ്ണാമ്പ് പോലത്തെ ഒരു സംഭവമുണ്ട്. അത് നന്നായിട്ട് ചിരണ്ടി കളയണം. നമ്മൾ പിച്ചാത്തി കൊണ്ട് തന്നെ ചിരണ്ടുമ്പോൾ നന്നായിട്ട് പോകും. പിന്നെ ഉപ്പുകല്ലൊക്കെ ഇട്ട് തിരുമ്മി കഴുകിയാൽ മതി. പിന്നെ ചിലർ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് തേച്ച് കഴുകുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ പക്ഷേ ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്യുന്നത്. എനിക്ക് കത്രിക കൊണ്ട് ഇങ്ങനെ ചിരണ്ടി കളയുന്നതിനേക്കാളും ഒന്നുകൂടെ എളുപ്പമായിട്ട് നന്നായിട്ട് വൃത്തിയാവുന്ന പോലെ തോന്നിയിട്ടുള്ളത് പിച്ചാത്തി കൊണ്ട് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ഞാൻ കത്രിക അതിൻ്റെ വാലും ചിറകും ഒക്കെ മുറിക്കാൻ വേണ്ടി എടുത്തു. ബാക്കി ചുണ്ണാമ്പ് പോലുള്ള സംഭവമൊക്കെ ചിരണ്ടി കളയാൻ വേണ്ടി പിച്ചാത്തി തന്നെ കേട്ടോ എടുത്ത്. ഇനിയിപ്പോൾ തലയും വാലും സൈഡിലെ ചിറകും തലയുടെ താഴെ ഭാഗത്തായിട്ട് 2 ചിറകുകളൊക്കെ ഉണ്ട്. അതൊക്കെ മുറിച്ച് കളഞ്ഞ് പിന്നെ വയറിൻ്റെ ഭാഗത്തു നിന്നുള്ള അഴുക്കുകളെല്ലാം എടുത്ത് കളഞ്ഞ് ക്ലീനാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ അല്ലാതെ ഇത് ഒരു തെന്നൽ പോലെ ഉണ്ട് ഈ മീനിന്. നമുക്ക് കൈ പിടിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ നീളം ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലെ 2ആയിട്ട് മുറിച്ചിട്ട് നമുക്ക് നേരത്തെ ക്ലീൻ ചെയ്ത പോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ഇതിവിടെ കൂടുതലായിട്ട് വറക്കാനാണ് എടുക്കുന്നത്. വറക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റും തോന്നിയിട്ടുള്ളത്. പിന്നെ വല്ലപ്പോഴും ഒക്കെ തേങ്ങ അരച്ച് കറി വെക്കും. മുളകിട്ട് അങ്ങനെ കറി വെക്കാറില്ല. മുളകിട്ട് വെക്കുന്നതിനും കുഴപ്പമില്ല. അങ്ങനെ വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. മുളകിട്ടും തേങ്ങ അരച്ചും ഒക്കെ വെക്കുന്നവരുണ്ട്. രാവിലെ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചതയ്ക്കാനൊക്കെ എടുത്തു വെച്ചപ്പോഴത്തേക്ക് കറണ്ട് പോയി. പിന്നെ ഞാൻ ചോപ്പറിലൊക്കെ ഇട്ട് ചതച്ചെടുത്തത് കേട്ടോ. ശരിക്കും ആയിട്ടൊന്നുമില്ല. രസം അടുപ്പിൽ വെച്ചപ്പോഴത്തേക്ക് കറണ്ട് വരികയും ചെയ്തു. പിന്നെ മീനൊക്കെ വറുത്തു, കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചു. രസത്തിന് നല്ല ചുമന്ന കളറൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ ഒരു മഞ്ഞ കളറിൽ കാണുന്നതാ. നടക്കുവനെ ചോറ് കളയരുത് കേട്ടോ, മൊത്തം തിന്നണേ. വീട്ടിൽ നിന്ന് വേവിക്കാൻ കൊണ്ടുവന്ന ചക്ക പഴുത്തെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. പഴുത്തില്ല, ഒരു പുളിപ്പ് വന്നായിരുന്നു. അതിപ്പം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള നല്ല വരിക്കച്ചക്കയാട്ടോ. അപ്പോൾ അത് ഒന്ന് ചുളയൊക്കെ എടുത്ത് വെക്കണം. വൈകുന്നേരം അട ഉണ്ടാക്കാൻ വേണ്ടി, ചക്കയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടനേലയിൽ ഉണ്ടാക്കുന്നില്ല, വാഴയിലയിൽ പരത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. ഇടനേല എന്ന് പറഞ്ഞാൽ അതിന് വേറെന്തൊക്കെയോ പേരുകൾ പറയൂല്ലേ. പിന്നെ കുമ്പിള് നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന ഇലയില്ലേ, അതിനിവിടെ ഇടനേല എന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. രാവിലെ കുറേ പാത്രങ്ങളൊക്കെ കഴുകി, അതിൻ്റെ ബാക്കിയുള്ളതെല്ലാം കഴുകി പിന്നെ അടിച്ചു വാരി തറയൊക്കെ തുടച്ചു. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇന്നിപ്പോൾ വൈകുന്നേരം ഒരു കല്യാണത്തിന് പോകാനുണ്ട്.
ചക്കക്കുരുവൊക്കെ ഞാൻ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. മെഴുക്ക് പുരട്ടിയോ കറിയോ ഒക്കെ വെക്കാമല്ലോ. നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന ചക്കക്കുരു പൊട്ടലൊന്നും വീഴാത്ത നല്ല ചക്കക്കുരു നോക്കി എടുത്ത് വെക്കണം. എന്നാൽ കുറേ നാൾ കേടുകൂടാതൊക്കെ ഇരിക്കുവേ. ഇന്നിപ്പോൾ കല്യാണത്തിന് പോകുമ്പം സാരി ഉടുക്കാനൊരാഗ്രഹം. എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണായതിന് ശേഷം ഞാൻ അങ്ങനെ സാരി ഉടുത്തിട്ടില്ല. എവിടെ പോയാലും കുഞ്ഞിപ്പെണ്ണിനെ എടുത്തുകൊണ്ട് പോകണം. പിന്നെ മടിയിൽ നിന്ന് അവൾ ഇറങ്ങത്തുമില്ല. കസേരയൊക്കെ ഇരിക്കാനുണ്ടെങ്കിലും അവൾ ഇരിക്കത്തില്ല. അവൾ എൻ്റെ മടിയിലേ ഇരിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ സാരി ഉടുക്കലൊക്കെ അങ്ങ് നിർത്തി. ചുരിദാർ തന്നെ ആക്കിയതായിരുന്നു കുറേ നാളായിട്ട്. ഇന്നിപ്പോൾ സാരി ഉടുക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം തോന്നിയിട്ട് സാരിയൊക്കെ തേച്ചും ഒക്കെ വെച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് സാരി ഉടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മമ്മിയും അമ്മച്ചിയൊക്കെ നിമിഷം നേരം കൊണ്ട് ഏത് മോഡൽ കട്ടിയുള്ള സാരി ആയാലും എങ്ങനത്തെ സാരി ആയാലും കൊടുത്താലും ഉടുക്കും. പക്ഷേ ഇങ്ങനെ വല്ലപ്പോഴും ഉടുക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ നേരത്തെ ഒന്ന് എല്ലാം റെഡിയാക്കി വെച്ചാലല്ലേ എളുപ്പം ഉടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ നമുക്ക് ഒരുങ്ങാനൊക്കെ. കുഞ്ഞു മക്കളുള്ള വീട്ടിലാണെങ്കിൽ അവരെ ഒരുക്കി എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ അന്നേരം ചെയ്യാൻ നോക്കിയാൽ ചിലപ്പം സാരി ഉടുത്ത് പോകാൻ പറ്റിയെന്ന് വരത്തില്ല. സാരിയൊക്കെ മാറ്റി ചുരിദാർ ഇട്ടിട്ട് പോകേണ്ടി വരും. ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പം സാരിയൊക്കെ ഉടുക്കാൻ പറ്റും. ഞാൻ സാരി ഉടുക്കുമ്പോഴൊക്കെ ഇതുപോലെ കേട്ടോ ചെയ്യുന്നത്. അന്നേരം നല്ല എളുപ്പം ഉടുക്കാൻ പറ്റും, നന്നായിട്ട് ഉടുക്കാനും പറ്റും. അപ്പോൾ സാരിയൊക്കെ ഞാനിതുപോലെ പ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചിലർ ഇങ്ങനെ കേട്ടോ സാരിയുടെ ആ ഒരു മുന്താണിയൊക്കെ ശരിക്കും ഒതുങ്ങി നിൽക്കാൻ വേണ്ടി പിന്ന് കുത്തുന്നത്. ഇതുപോലെ കുത്തുമ്പോൾ ഭംഗിക്കുറവുണ്ടല്ലോ. ഇങ്ങനെ കുത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു ഭംഗിക്കുറവല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇതുപോലെ കുത്തുവാണെങ്കിൽ നമ്മൾ പിന്ന് കുത്തിയേക്കുന്നൊന്നും കാണത്തൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് മുന്താണിയൊക്കെ തേച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സാരി ബ്ലൗസ് തേച്ചൊക്കെ എടുത്തു. ഇനിയിപ്പോൾ സാരി ബ്ലൗസിലെ ഈ മുന്താണി കുത്തി വെക്കാൻ വേണ്ടി പോകുക. ഞാൻ സാരി ഉടുക്കുന്നതിൻ്റെ തലേദിവസം തന്നെ ഇതുപോലെ എല്ലാം ചെയ്ത് സാരിയൊക്കെ മടക്കിയൊക്കെ വെക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ആ ഷോൾഡറിൻ്റെ അവിടെയുള്ള അടുപ്പുണ്ടല്ലോ, ആ അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഈ മുന്താണി നമുക്ക് എത്രയും ഇറക്കം വേണോ അതിനനുസരിച്ച് റെഡിയാക്കിയിട്ട് അവിടെ പിന്ന് കുത്തുവാണേ. ചില കട്ടിയുള്ള സാരിയൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ ബ്ലൗസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഈ സാരിയിൽ പിൻ കുത്താൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ആരുടെയും സഹായമൊന്നും വേണ്ട. ഇതിപ്പോൾ കട്ടി കുറഞ്ഞ സാരിയാണ്, എനിക്ക് തന്നെയാണെങ്കിലും കുത്താം. പക്ഷേ കട്ടിയുള്ള സാരിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ കുത്തി വെക്കാമല്ലോ. എനിക്ക് വണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ പ്ലീറ്റ്സൊക്കെ ഇച്ചിരി വീതിയിലാട്ടോ എടുത്തേക്കുന്നത്. നമ്മുടെ ശരീരപ്രകൃതി അനുസരിച്ച് നമുക്കത് ചെറുതോ വലുതോ ഒക്കെ ആക്കിയെടുക്കാം. ലെങ്ത്തും നമുക്ക് ഇഷ്ടമുള്ള പോലെ ആക്കിയെടുക്കാം കേട്ടോ. മുന്താണിയുടെ ഭാഗം രണ്ട് പുറവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം തേച്ച് എടുക്കാൻ വേണ്ടി. എന്നാലും നന്നായിട്ട് ഒതുങ്ങി ഷേപ്പായിട്ട് നിൽക്കത്തുള്ളൂ. പിന്നെ ബ്ലൗസിൽ കുത്തിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് വിടർത്തിയിട്ടിട്ട് ഒന്ന് തേച്ച് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇതൊക്കെ എളുപ്പം കഴിയും കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട. വീഡിയോയിൽ കാണുമ്പം കുറേ സമയം വേണ്ട പോലൊക്കെ തോന്നുന്നതാണ്. പിന്നെ സാരി ഉടുക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഇങ്ങനെ ഒന്ന് ചുറ്റി പിന്നെ തിരിഞ്ഞ് മുന്താണിയൊക്കെ നമ്മൾ ഇടാൻ വരുന്ന പോലെ തന്നെ വരിക. എന്നിട്ട് ബ്ലൗസ് ഇട്ടതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് ഉടുത്താൽ മതി കേട്ടോ. ഞാൻ ഇതുപോലത്തെ വീഡിയോ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് പറഞ്ഞു തരാനൊരു വശക്കുറവുണ്ട് എനിക്ക്. അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. എനിക്ക് കണക്കിനുള്ള രീതിയിലാണല്ലോ ബ്ലൗസ് തയ്ച്ചേക്കുന്നതും പിന്നെ സാരിയുടെ പ്ലീറ്റ്സൊക്കെ എടുത്തേക്കുന്നതൊക്കെ വീതിയിലാണല്ലോ. അപ്പോൾ അക്കുന് അതൊക്കെ ഇടുമ്പോൾ ഒരു ചേർച്ചക്കുറവുണ്ടാവും. പിന്നെ ഇതെങ്ങനെയാണ് ഉടുക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തതാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ. ഇവിടെ ഇങ്ങനെ ഞുറിവെടുക്കലൊക്കെ ഞാൻ സാധാരണയായിട്ട് യാത്രയൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ ഞുറിവൊക്കെ എടുത്ത് തേച്ച് മടക്കിയൊക്കെ വെക്കാറുള്ളത്. അല്ലെങ്കിൽ ഇത്രയൊക്കെ തന്നെ ചെയ്യാറുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ എളുപ്പമാണല്ലോ, ഇത്രയും ചെയ്താൽ തന്നെ എളുപ്പമല്ലേ ബാക്കിയൊക്കെ. ചക്കപ്പഴം കൊണ്ട് അടയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചക്കപ്പഴമൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ വേവിക്കുന്നും അരയ്ക്കുന്നും ഒന്നുമില്ല, ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടാണ് കേട്ടോ ചക്ക അപ്പം ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പൊടി എടുത്തേക്കുന്നത്. ഗോതമ്പ് പൊടിയിലേക്ക് ചക്കപ്പഴമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചക്ക ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. വരിക്കച്ചക്കയാണ്, നല്ല മധുരമുള്ള ചക്കയാണ്. വെല്ലം ഞാൻ ഉരുക്കി അരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പഞ്ചസാരയോ വെല്ലമോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഏലക്കായും ജീരകവും ഞാൻ ചേർക്കുന്നില്ല, ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ കഴന്ന് പോയതാണ്, ഞാൻ മിക്സിയുടെ ജാറിലൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ നമ്മളിങ്ങനെ കഴന്ന് പോയതൊക്കെയാണ്, അതിൻ്റെ കരിന്തൊലി ഉണ്ടല്ലോ അത് ചെത്തി കളഞ്ഞിട്ട് മിക്സിയിൽ ചതച്ചെടുക്കണം. എന്നാലേ നല്ല വെള്ള കളറുള്ള തേങ്ങ കിട്ടത്തുള്ളൂ. പിന്നെ ആ കരിന്തൊലിയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസവും വരും. ഇനിയിപ്പോൾ വെല്ലം ഒഴിച്ചിട്ട് നന്നായിട്ട് വെല്ലം ഉരുക്കി വെച്ചേക്കുന്നത് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുവാണേ. പിന്നെ മാവൊക്കെ കനം കുറച്ച് വാഴയില പരത്തിയൊക്കെ എടുത്തു, ആവിയിൽ വേവിച്ചെടുത്തു. സാധാരണ നമ്മൾ അട ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചക്കപ്പഴമായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയതാണ്. നമ്മുടെ അയൽവക്കത്തുള്ള പിള്ളേരൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട് വഴിയിൽ.
ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.